ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോഴികളുടെ ഉച്ചത്തെ ഭക്ഷണം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എന്തെങ്കിലും നമ്മളെ വീട്ടിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും. കുറച്ച് ചോറും തവിടും കറിയും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് പപ്പായ കറി വെക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളാട്ടോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയും കുരു എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ പപ്പായം കൂടി മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോഴികൾക്ക് കൂടി ഞാനിങ്ങനെ വിചാരിച്ചു എന്താ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ കോഴികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാട്ടോ നമ്മുടെ പപ്പായയുടെ തൊലി ഇങ്ങനെ കണ്ടത്. അപ്പോൾ വെറുതെ ഞാൻ ബ്ലാക്ക് സോൾജർ പുഴുവിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസം മിക്സി കേടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് പപ്പായയുടെ തൊലി ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് പപ്പായ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചപ്പോഴാട്ടോ അരച്ച ഒരു സമയത്തായിരുന്നു എൻ്റെ മിക്സി കേട് വന്നിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നുമില്ല, ലോഡ് കൂടുതലായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഈ പ്രാവശ്യം ഞാൻ ഇനി മിക്സി കേട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നമ്മുടെ പപ്പായയുടെ തൊലീൻ്റെ അപ്പുറം തന്നെ കുറച്ച് കഞ്ഞിവെള്ളം കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം വെറുതെ കളയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചവെള്ളം ഒക്കെ ഒഴിക്കുന്നതിനെക്കാട്ടി നല്ല കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ ഒതുങ്ങി ഇങ്ങനെ കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് എള്ളാട്ടോ. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ എന്തൊരു സാധനം കളയാൻ നമ്മൾ മടിക്കും. അപ്പോൾ അത് കോഴികൾ കഴിക്കല്ലോ, അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും മാറ്റി വെക്കുന്ന സംഭവങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ താക്കുന്ന കുറച്ച് എള്ളും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി താക്കുന്ന പപ്പായയുടെ തൊലിയിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അറിയാമല്ലോ നമ്മൾ തവിട് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നതാണ്, എപ്പോഴും നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ നമ്മൾ തവിട് വെക്കുന്നത്. അപ്പോൾ ഈ തവിട് ഉണ്ടെങ്കിൽ ഇതേപോലെ പച്ചിലേൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഇതേപോലെ തൊലിയൊക്കെ അരച്ചിങ്ങനെ കൊടുക്കുകയാണെങ്കിലൊക്കെ നല്ലതാട്ടോ പപ്പായയുടെ ഒക്കെ അപ്പുറം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചിട്ടൊന്നുമല്ല കേട്ടോ കൊടുത്തത്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത അതിൻ്റെ തൊലിയും കുറച്ച് പപ്പായയും കൂടി കൂട്ടിയെന്ന് മാത്രം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു നേരത്തെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളെ മിക്സി കംപ്ലൈൻ്റ് ആകാൻ കാരണം ഇതേപോലെ ലോഡ് കൂടുതലായിട്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരുപാട് പപ്പായയുടെ ഇലയും അതേപോലെ പപ്പായൊക്കെ കൊടുത്താലൊക്കെ വിരൻ്റെ ശല്യമൊക്കെ കുറയുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളപ്പോൾ. ഇവിടെ പപ്പായയുടെ ഇലയും പപ്പായൊക്കെ കൊടുക്കാറുണ്ട്. എന്നാലും നമ്മൾ വിരമരുന്നൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ വിരമരുന്ന് കൊടുക്കാറുണ്ട് വെച്ചാൽ പുറത്തേക്ക് അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ വിര അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ വിരമരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി വിരമരുന്ന് കൊടുക്കാതെ നമ്മുടെ കോഴികൾ അസ്വസ്ഥത കാരണം ചത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി നമ്മൾ വെറുതെ അസുഖങ്ങൾ നമ്മുടെ കോഴികൾക്ക് വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഈ പപ്പായകൾ വേവിച്ച് കൊടുക്കുന്നുണ്ട്, വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കൊടുക്കാട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ. പിന്നെ എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴാണല്ലോ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു ഉച്ച സമയത്തേക്കുള്ള ഒരു ഭക്ഷണം കേട്ടോ നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ ഇതേപോലെയൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ പപ്പായ തന്നെ വെറുതെ ഇങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് ഒതുക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവരിങ്ങനെ കൊത്തിപ്പെറുക്കി ഇങ്ങനെ കഴിച്ചോട്ടോ. ആദ്യമൊക്കെ ഇവർ കുറച്ച് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പായയുടെ ഇല കൊടുക്കുമ്പോഴും അതേപോലെ പപ്പായ കൊടുക്കുമ്പോഴൊക്കെ ഒരു മടിയായിരുന്നു ഇവർക്ക് കഴിക്കാൻ. പിന്നെ ഞാൻ കുറച്ച് തവിടും കൂടി മിക്സ് ആക്കി കൊടുക്കും. അപ്പോൾ ഇവർ നല്ലതുപോലെ കഴിക്കും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് കഴിക്കും കേട്ടോ. നമ്മൾ സാധാ തീറ്റ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന തീറ്റ അവർ പെട്ടെന്ന് കൊത്തി തിന്ന് തീർക്കും. പക്ഷേ ഇവർ പപ്പായൻ്റെ തോലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ മെല്ലെ അത് കഴിക്കും. പക്ഷെ കുറച്ച് സമയം പിടിക്കുന്നു മാത്രം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഉച്ച സമയത്തായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും അവരിങ്ങനെ കണ്ടോ കുറച്ച് മടി കാണിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ അല്ലെങ്കിൽ കൊടുക്കുന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മളത് ഇട്ട് പോയാൽ പിന്നെ അതിങ്ങനെ കൊത്തി അത് തിന്ന് കഴിച്ചോളും. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും അവരത് കാലിയാക്കും. നമ്മളിപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും അവർ കൊത്തി അത് തിന്ന് തീർത്തോളും. പിന്നെ ഈ കൊത്തു കൂടുന്ന കോഴിയുണ്ടാവും. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന കോഴികളൊക്കെ നന്നായിട്ട് എനിക്കിവിടെ ഒരു അനുഭവം ഉണ്ടായിട്ട് നമ്മളെ കുറച്ച് കോഴിന് വിലക്കുറവ് കിട്ടിയപ്പോൾ
വാങ്ങിയിട്ട് അത് പരസ്പരം കൊത്തി തിന്നുകയായിരുന്നു കേട്ടോ ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കോഴികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ തീറ്റ ഇതേപോലെ ഇലകളൊക്കെ ഇതേപോലെ ഒന്ന് അരച്ചിട്ട് പൊടിയായി കൊടുത്താൽ മതി. പിന്നെ കഴിയുന്ന നനയ്ക്കാതിരിക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ കുറേയൊക്കെ നമ്മൾ തവിടും ഇതേപോലെ ഇലയൊക്കെ ചേർക്കാണ് നനയ്ക്കാതെ ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് നനയ്ക്കാതെ ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ അവർക്ക് ഇങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നാൻ ഇങ്ങനെ കാണും. അപ്പോൾ അവർ മറ്റുള്ള കോഴികളെ കൊത്താതിരിക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ കുറച്ച് ട്രിക്കൊക്കെ പഠിച്ചത് കൊണ്ട് എന്താ പറയുക, കുറച്ച് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരും ആള് മോശക്കാരല്ല, ഇപ്പോൾ കുറച്ച് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പുറത്ത് ഇറക്കി വിട്ടതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലാട്ടോ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോർ തുറക്കുമ്പോൾ തന്നെ പുറത്തേക്ക് വരാനുള്ള ഒരു ഇതാട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ, കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അവരും ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ നാടൻ കോഴികളായതുകൊണ്ട് ചിലപ്പോൾ പപ്പായുടെ ഇലയും പപ്പായ ഒന്നും കൊടുത്താൽ അവർ ഇലവർഗ്ഗങ്ങളൊന്നും കൊടുത്താൽ കഴിക്കലുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതൊരു ചെറുപ്പത്തിലെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഇതേപോലെ ഇലയൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ആ ഒരു ശീലമായിക്കോളും. പിന്നെ നമ്മൾ നാടൻ കോഴികളായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് അയച്ചുവിടും. ഇപ്പോൾ പുറത്തേക്ക് അയച്ചുവിടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ കോഴികളൊക്കെ ഒരുപാട് കാണാതായതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തേക്ക് അയച്ചു വിടാൻ ഒരു ഇതാണ്. പിന്നെ ഇവരെ കൂട്ടത്തിൽ നമ്മളെ 2 കോഴികൾ കാണുന്നില്ല കേട്ടോ, ഓന്തോറ്റി ഒത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തീരും നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല കേട്ടോ ഇവരെ. അപ്പൊ എന്തായാലും ഇവര് ഏകദേശം കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ട് തുറന്നു വിടാതെ, ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ വലിയ കോഴിനൊന്നും തുറന്നു വിടുന്നില്ല പുറത്തേക്ക്. അപ്പൊ നമ്മളെ സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവർക്ക് തീറ്റ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ കുറച്ചൊക്കെ വാങ്ങിക്കൊടുക്കാൻ, എപ്പോഴും നമുക്ക് തീറ്റയൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഈ തീറ്റയ്ക്കൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ തീറ്റ വാങ്ങി കൊടുക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. ചിലവർ കോഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്തേക്ക് വെറുതെ അയച്ചു വിട്ട് കുറച്ച് അരിയും ഗോതമ്പൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വളർത്തുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ കറക്റ്റ് അവർക്ക് ആ ഒരു മരുന്നും കാര്യങ്ങളും വിറ്റാമിൻസും ഒക്കെ കൊടുത്തിട്ടാണല്ലോ നമ്മൾ കോഴിനെ. അപ്പൊ അവർക്ക് അങ്ങനെ വളർത്തുന്നവർക്കാണെങ്കിൽ നമ്മുടെ കോഴികളുടെ തീറ്റയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇതേപോലെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്കും അതൊരു ശീലമായി മാറും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ മറക്കാതെ അയക്കണം കേട്ടോ. അപ്പൊ എന്തായാലും പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കും കൂടി അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം.